എല്ലാവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില സിനിമകൾ അടിപൊളിയായിരിക്കും, കഥ കൊണ്ടാണെങ്കിലും മേക്കിംഗ് കൊണ്ടാണെങ്കിലും അടിപൊളി സിനിമയായിരിക്കും. പക്ഷെ അത് കാണണമെങ്കിൽ ഹെഡ്സെറ്റ് മുഖ്യമായിരിക്കും. ഇന്ന് സംസാരിക്കുന്നതും അത്തരം ഒരു സിനിമയെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കൊറിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഹാൻഡ് മെയ്ഡൻ പോലത്തെ സിനിമകൾ. ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കൊറിയൻ ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഹാൻഡ് മെയ്ഡ്. അപ്പോൾ അതുപോലത്തെ ഒരു ചിത്രമാണ് അനോറ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ആ ഒരു സിനിമയെ കുറിച്ചാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ എന്താണെങ്കിലും ഹെഡ്സെറ്റ് മുഖ്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേനും ആ ഒരു ഭാഗം വിട്ടിട്ട് ചിത്രം വേറൊരു തലത്തിലേക്ക്, വേറൊരു ജോണറിലേക്ക് നീങ്ങുകയാണ്. അതായത് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേനും ചിത്രം കോമഡിയിലേക്ക് കിടക്കുകയാണ്. എന്നാൽ കോമഡിക്കുള്ളിൽ ചിത്രം കഥ പറഞ്ഞ് കുറച്ച് ചിന്തിക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടാണ് ചിത്രം അവസാനിക്കുന്നത്. ചിത്രത്തിലേക്ക് വന്നാൽ ഒരു വലിയ പബ്ബിൽ ജോലിക്കാരിയാണ് അനോറ. ആനി എന്ന് വിളിക്കാം, അത് തന്നെയാണ് പുള്ളിക്കാരിക്കും ഇഷ്ടം. അങ്ങനെ ആനിക്ക് ഒരു ദിവസം ഒരു വലിയ ക്ലയൻറ്റിനെ കിട്ടുകയാണ്. വലിയ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെയൊക്കെ ഭാഷയിൽ ഒരു വലിയ പണച്ചാക്കിൻ്റെ മകൻ. അങ്ങനെ അവർ രണ്ടും കൂടെ അമേരിക്കയിൽ അർമാദിക്കുകയാണ്. ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ. ആള് റിച്ച് ആയതുകൊണ്ട് തന്നെ പ്രീമിയം അർമാദിക്കലാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു അർമാദം വിവാഹത്തിലേക്ക് എത്തുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്നത് അവൻ്റെ വീട്ടുകാരറിയുന്നതും പിന്നീട് നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ ഈ ഒരു ഭാഗം എത്തുമ്പോഴേക്കും 3 കഥാപാത്രങ്ങളോടെ ചിത്രത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നീടാണ് ചിത്രത്തിന്റെ പേസ് ഒന്ന് മാറുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു ഫൺ റൈഡ് തന്നെയാണ്. അങ്ങനെ ഈ അഴുക്കച്ചൊക്കെ കുറച്ച് പണിയൊക്കെ ഒപ്പിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ പരിഹരിക്കാനായിട്ടാണ് അവരെത്തുന്നത്. കാശിന്റെ അതൊക്കെ തന്നെ നമുക്ക് സിനിമയിലും കാണാനായിട്ട് പറ്റും. എന്നാൽ സിനിമ ഇതിൽ നിന്നെല്ലാം മാറി ചർച്ച ചെയ്യുന്ന മറ്റു കാര്യങ്ങളും കൂടെയുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാകും. അനോറ ആന അനുഭവിക്കുന്ന ഒത്തിരിയേറെ സംഘർഷങ്ങളും കാര്യങ്ങളും സിനിമയിലും പറഞ്ഞു പോകുന്നുണ്ട്. അത് ഹാസ്യ രൂപത്തിലാണ് പറയുന്നതെങ്കിലും പറഞ്ഞു വെക്കുന്ന സന്ദേശം ഇച്ചിരി വലുത് തന്നെയാണ്. അതായത് ഉള്ളിൽ ഒത്തിരിയേറെ അർത്ഥങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ചിത്രം ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഇനി ഉള്ളിൽ അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞൊഴിയാം. അപ്പോൾ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ മേക്കിംഗ് പോയിരിക്കുന്നത്. തീർച്ചയായും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് അനോറ എന്ന് പറയുന്ന ചിത്രം. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഒരുപക്ഷെ ഈ ഒരു ചിത്രം ഇതിനോടകം നിങ്ങളിൽ പലരും കണ്ടു കഴിഞ്ഞതായിരിക്കും. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായവർ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും കണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.